ജനിച്ചതും ഒരു നാളിൽ സന്ദേശയാത്ര ജനങ്ങളിൽ എത്തിക്കുവാൻ ഇടയായ എന്തുകൊണ്ടും ഈ ഭരണസമിതിക്ക് ഇത്തരമൊരു വികസന സന്ദേശയാത്ര നടത്തുവാനുള്ള അവകാശമുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഓർമ്മയിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ പരസ്പരം ഏറ്റുമുട്ടാത്ത ഒരേ ഒരു ഭരണസമിതിയാണ് ഇപ്പം ഭരണം അവസാനിപ്പിച്ച് പുറത്തു പോകുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം, മുമ്പ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടി പഞ്ചായത്ത് ഓഫീസിന്റെ മുറ്റത്ത് കിടന്ന് പരസ്പരം തല്ലിയ ചരിത്രം നിങ്ങൾക്കറിയാം. UDFന് ഒരു കാലയളവിൽ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. എങ്ങനെയാണ് 4-5 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഒരു 5 വർഷം കൊണ്ട് ഭരണം നടത്താൻ പറ്റുക? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് സ്വയം പ്രഖ്യാപിക്കുക. ഇപ്പൊ തന്നെ 4 പേരെ പറ്റിയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ആകെ 5 വർഷമേ ഉള്ളൂ. എന്താണ് മുൻപ് UDF ഭരിച്ച ഭരണസമിതികളൊക്കെ ചെയ്തിട്ടുള്ളത്? വല്ല കടയോ വല്ല ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രസിഡന്റ് വന്നൊരു നാട കുറിക്കും, ആ ചെണ്ടമേളത്തിന്റെ കൂടെ ഒന്ന് നിൽക്കും. വല്ല ക്ലബിന്റെ യോഗത്തിന് വിളിക്കും, ഒന്ന് അധ്യക്ഷനാവും. കോഴിക്കോടോ വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പടം ഒന്ന് എടുത്തിടും. ഇതൊക്കെയായിരുന്നു പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് UDF ചെയ്തിട്ടുള്ള കാര്യം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്ത് ഭരണസമിതിയെ നയിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രശ്നം മുൻപും നാട്ടുകാർ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ഒരു മേഖലയാണ് ഈ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുക. അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്തിന് തന്നെ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കുവാൻ നമ്മൾ ഗവൺമെന്റിന് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ മന്ത്രിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചു. ഒരു ഭാഗം പൊളിച്ചു നീക്കിക്കൊണ്ടാണ് ആ താഴേക്കുള്ള റോഡ് ക്രമീകരിച്ചത്, അതിന്റെ കല്ലുംകടക്കം നിർമ്മിച്ചു. ഈ പുതുപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി ഹാൾ നിങ്ങൾക്ക് ഓർമ്മ എന്തായിരുന്നു അതിന്റെ ഒരു സ്ഥിതി? ഇവിടുത്തെ വ്യാപാരികൾക്കടക്കം അറിയാം, മാലിന്യത്തിന്റെ മണം അവിടുന്ന് ഈ കവല വരെ എത്തുവാൻ. മത്സ്യ മാർക്കറ്റിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഇട്ടിരുന്ന ഒരു പ്രദേശം, തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രം. മുൻപത് എങ്ങനെ കിടന്ന സ്ഥലമാണ്? അതിന്റെയൊക്കെ ചിത്രങ്ങൾ UDF ഭരിച്ചപ്പോൾ അത് കിടന്ന മുഴുവൻ പടങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് കമ്മ്യൂണിറ്റി ഹാൾ, ആ കമ്മ്യൂണിറ്റി ഹാൾ ഇവിടെ സജേഷ് സൂചിപ്പിച്ചതുപോലെ അവിടെ ആരാധന നടത്തുന്ന ആളുകൾ ഞായറാഴ്ച ദിവസങ്ങളിൽ അത് വാടകയ്ക്കെടുത്ത് അവിടെ ആരാധന നടത്തുന്നവർ മനസ്സിലാക്കണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി ആർജവത്തോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് മിനിമം സാമ്പത്തിക ചെലവോടുകൂടി അത്തരം ഒരു ഹാൾ കിട്ടുന്നത്. അവിടെ വിവാഹം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കണം, അത്തരം ഒരു ചുരുങ്ങിയ ചെലവിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വിവാഹ ചടങ്ങുകൾ നടത്താൻ ഒരു കേന്ദ്രമുണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണത്തിൽ വന്ന ശേഷമാണ്. അങ്ങനെ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് അവിടെ നിർമ്മാണത്തിലിരിക്കുന്ന സിവിൽ സ്റ്റേഷന് നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചത് നിർമ്മിച്ചത്. അത് MLA ഫണ്ടാകാം, മറ്റു ഫണ്ടാകാം. MLA ഫണ്ടാണെങ്കിലും സംസ്ഥാനത്തിന്റെ ഫണ്ടാണെങ്കിലും സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് വരുന്ന ഫണ്ടാണ്, അല്ലാതെ ഏതെങ്കിലും ജനപ്രതി വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടല്ല. അത് നിർമ്മിച്ചു. പിന്നീട് 5 വർഷം ഇരുന്ന UDF ഭരണസമിതി തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ ഭാഗത്തേക്കേ നോക്കിയില്ല. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു അതൊന്ന് പുനർനിർമ്മിച്ച് ഇവിടുത്തെ വില്ലേജ് ഓഫീസ്, കൃഷി ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി പ്രധാനപ്പെട്ട ഓഫീസുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കായി പലയിടത്ത് പോകേണ്ട സാഹചര്യമില്ല. ഒരു കേന്ദ്രത്തിലെത്തിയാൽ നടക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹം ഒരു ചില്ലിക്കാശ് തന്നില്ല. എല്ലാ പരിപാടികളിലും 1 രൂപ പോലും. പഞ്ചായത്തിന്റെ മുന്നിൽ കിടക്കുന്ന റോഡ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് മാറ്റി വെച്ചിട്ടാണ് പദ്ധതി നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. MLA ഫണ്ട് അനുവദിക്കാൻ വയ്യാഞ്ഞിട്ടാണ്? ഇല്ല, അദ്ദേഹം അതിന് തയ്യാറല്ല. ഇതൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം ഒരു ചില്ലിക്കാശ് തന്നില്ലെങ്കിലും എല്ലാ ഉദ്ഘാടനത്തിനും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അതും രേഖകളാക്കി ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അന്നേ വരെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ഒരൊറ്റ പരിപാടിയിൽ MLA പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ജാള്യതയാണ്. എന്താണ് ആ ജാള്യത? 1 രൂപ പോലും അനുവദിച്ചിട്ടില്ല, അവിടെ വന്നിരിക്കാൻ ഉളുപ്പ് വേണമെന്നാണ് കാര്യം. എന്തെങ്കിലും പൈസ അനുവദിച്ചാലല്ലേ കസേരയിട്ട് വന്നിരുന്ന് പ്രസംഗിക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ തൊട്ടു മുകളിൽ
75 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രഗത്ഭന്മാർ അരനൂറ്റാണ്ടുകാലം ഇരുന്നും കിടന്നും ഭരിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല, സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. കോടിക്കണക്കിന് രൂപ പൈസ ചോദിച്ചുകൊണ്ടാണ് ടാങ്ക് പണിയാൻ സ്ഥലം എടുക്കാതിരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ 75 കോടിയുടെ ഒരു കുടിവെള്ള പദ്ധതി പൂർത്തിയാകുന്നതോടെ ഞങ്ങൾ ഇതാ നിങ്ങളോട് പറയുകയാണ്, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് ഇനി ഒരു ചെറുകിട കുടിവെള്ള പദ്ധതിയുടെ ആവശ്യമുണ്ടാകില്ല. നിലവിൽ പൂർത്തിയാകുന്ന ടാങ്കിലൂടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും വെള്ളം ഉപയോഗിച്ചാൽ ജലം മിച്ചമായി. മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവിനെ ഓർമ്മിക്കാൻ മനോഹരമായ ഒരു ശില്പം പണിത് അവിടെ സ്ഥാപിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന് ഓർക്കുമ്പോൾ ഈ 5 വർഷക്കാലം ഞങ്ങൾ ഉറങ്ങുകയല്ലായിരുന്നു, നിങ്ങൾ ഏൽപ്പിച്ചതനുസരിച്ച് ഭരിക്കുകയായിരുന്നു എന്ന് യാഥാർത്ഥ്യം ഈ പ്രിയപ്പെട്ട നാട്ടുകാർ തിരിച്ചറിയണം. പഞ്ചായത്തിന്റെ പരിമിതിക്കുള്ളിൽ അതിനപ്പുറം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ പൊന്നമചന്ദ്രൻ നേതൃത്വം കൊടുത്ത ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ഇനിയും നിങ്ങൾ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭരണം ഏൽപ്പിച്ചാൽ ഈ സത്യസന്ധതയോടും നീതിപൂർവവും കളങ്കരഹിതവും അഴിമതിരഹിതവും സത്യസന്ധവും വികസനോന്മുഖവുമായ ഒരു ഭരണം കാഴ്ചവെക്കുമെന്നും ബഹുമാന്യനായ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ മിനിസ്റ്റേഷൻ പണി പൂർത്തിയാക്കി ഈ സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ സ്മാരകം നിർമ്മിക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പള്ളിയിലെ ജനങ്ങളോടുമുള്ള അഗൈതമായ നന്ദി ഈ വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. മുന്നോട്ട് നിങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് വീണ്ടും അവസരം തന്നി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം വിജയത്തിലെത്തിക്കുവാൻ കഴിയണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ. ഈ വികസന സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തതായി സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.